എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +2 CBSE ISE കുട്ടികളുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പബ്ലിഷ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമേ ഡിസ്കസ് ചെയ്യുന്നത് CBSEയുടെ ക്വസ്റ്റ്യനും രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ISE കുട്ടികളുടെ ക്വസ്റ്റ്യനുമാണ്. ഈ CBSEയുടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ISEക്കാർക്ക് ബാധകമല്ലെന്നല്ല. CBSEയുടെ ക്വസ്റ്റ്യനും സിലബസും ISEയുടെ സിലബസും സെയിം സിലബസ് ആയതുകൊണ്ട് രണ്ട് ക്വസ്റ്റ്യൻ രണ്ടുപേർക്കും ബാധകമാണ്. കൂടാതെ എൻട്രൻസ് എഴുതുന്ന കുട്ടികൾക്കും ഇത് പ്രയോജനപ്രദമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നീറ്റ് എഴുതുന്നവർക്കും കീം എഴുതുന്നവർക്കും എല്ലാം ഇത് ബാധകമായിട്ടുള്ള ക്വസ്റ്റ്യൻ. അതുകൊണ്ട് എല്ലാവർക്കും ഇത് പ്രയോജനപ്രദമാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് CBSEയുടെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുക. CBSEയുടെ ക്വസ്റ്റ്യനകത്ത് ശരിക്കും 3 സെക്ഷൻസ് ആണ് അവർക്കുള്ളത്. സെക്ഷൻ A, സെക്ഷൻ B ആൻഡ് സെക്ഷൻ C. എന്നാൽ സെക്ഷൻ Aയിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്തത് ഔട്ട് ഓഫ് 25. സെക്ഷൻ Bയിൽ 20 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം ഔട്ട് ഓഫ് 24. സെക്ഷൻ Cയിൽ 5 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് 6. ഇതിനകത്ത് അവർ പറയുന്നൊരു കാര്യമാണ്. ദിസ് സെക്ഷൻ കൺസിസ്റ്റ് ഓഫ് സെക്ഷൻ A 25 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഓവറോൾ ചോയ്സ് ടു അറ്റംപ്റ്റ് എനി 20 ക്വസ്റ്റ്യൻസ്. ഇൻ കേസ് ഓഫ് അവിടെ ഒരു ക്വസ്റ്റ്യൻ പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ പറയാം. ഇവിടെ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ISEക്കാർക്ക് ഇതൊന്നും ബാധകമില്ല. അവർക്ക് 50 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക, വേറെ ഒന്നുമില്ല. ഇവർക്ക് അങ്ങനെയല്ല. 25 20 അറ്റൻഡ് ചെയ്താലും അത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നമ്മൾ ഈ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലെങ്കിൽ നമുക്ക് വരാവുന്ന ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക, കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യരുത്. കാരണം ഇവർ പ്രത്യേകം പറയുന്നുണ്ട്, ഇൻ കേസ് മോർ ദാൻ ഡിസൈറബിൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആർ അറ്റംപ്റ്റഡ് ഓൺലി ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് വിൽ ബി കൺസിഡേർഡ് ഫോർ വാല്യുവേഷൻ. അതായത് നമ്മൾ ഫസ്റ്റ് സെഷനിൽ 20 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താണ്. നമ്മൾ 25 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്താൽ അവർ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻ മാത്രമേ വാല്യൂ ചെയ്യൂ. അപ്പൊ നമ്മുടെ ആദ്യത്തെ 20 ക്വസ്റ്റ്യനകത്ത് നമുക്ക് 17 റൈറ്റ് ആൻസറും 3 റോങ്ങും ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 5 ക്വസ്റ്റ്യൻസ് റൈറ്റ് ആയിരിക്കാം, മാർക്ക് കിട്ടില്ല ആദ്യത്തെ 20. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടുന്ന ഒരു കാര്യം 20 ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ സെഷനിൽ അറ്റൻഡ് ചെയ്യാവൂ. അറിയാവുന്ന 20, ഇതിനകത്തും 20, ഇതിനകത്ത് 5 ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്യാവൂ. കൂടുതൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യരുത്. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യാം. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം. ശരി, നമ്മൾ അതിനകത്ത് സെക്ഷൻ Aയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, നന്നായിട്ട് വായിക്കുക. അതെപ്പോഴും ഓർക്കേണ്ട കാര്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ പ്രോപ്പർട്ടി. ഇപ്പൊ ശരിക്കുള്ള പ്രോപ്പർട്ടി, നോട്ട് ദ പ്രോപ്പർട്ടി ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. 4 ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ചോയ്സ് പറയുന്നത് they do not cross each other. Second, the rate of change of potential with the distance on them is 0. For a uniform electric field they are concentric spheres. They can be imaginary spheres. ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഇവിടെ ചുരുക്കിയിടും. ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങോട്ട് ചുരുക്കി. ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചു കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ ഇരിക്കട്ടെ. നമ്മൾ ആദ്യമേ ചിന്തിക്കുന്നത് വാട്ട് ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് എ സർഫസ് ഇൻ വിച്ച് പൊട്ടൻഷ്യൽ റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ആ സർഫസിൽ എല്ലായിടത്തും പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിരിക്കണം. നമ്മൾ സാധാരണ കേസിൽ പഠിക്കുന്ന 2 പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞിട്ട് പോകാം. In the case of uniform electric field means electric field lines are parallel. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് കരുതുക. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പാരലൽ. ഇതിന് അപ്പൊ ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ വരച്ചിരിക്കുന്ന ഈ സർഫസിന് നമ്മൾ പറയുന്ന പേരാണ് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അതുപോലെ ഇവിടെ ഞാനൊരു സർഫസ് വരച്ചാൽ അതും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് തന്നെയാണ്. ഇവിടെ ഒരു സർഫസ് വരച്ചാലും അതും ഓർക്കുക, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ആൾവേസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഓർ നോർമൽ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും പൊട്ടൻഷ്യലും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എപ്പോഴും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് നോർമൽ കൂടിയായിരിക്കണം. അപ്പോൾ ദീസ് ആർ ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇൻ ദ കേസ് ഓഫ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. എന്നാൽ യൂണിഫോം അല്ലാത്ത ഇലക്ട്രിക് ഫീൽഡ് ഒരു പോയിന്റ് ചാർജിൽ നിന്നും
പുറത്തേക്ക് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ റേഡിയലി ഔട്ട്വേർഡ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ റേഡിയലി ഇൻവേർഡ്. ഇങ്ങനെയാണെങ്കിൽ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്, കാരണം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലൽ. ഇതിന്റെ കേസിൽ, ഈ പോയിന്റ് ചാർജിന്റെ കേസിൽ, ഈ വരയ്ക്കുന്ന സർഫസ് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്, സ്ഫിയർ ആണ്. അപ്പൊ പോയിന്റ് ചാർജിന് ചുറ്റും എടുക്കുന്ന ഓരോ കോൺസെൻട്രിക് സ്ഫിയറുകളും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഈ വരയ്ക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സർഫസുകൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? They do not cross each other. ഇത് പൊട്ടൻഷ്യൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ക്രോസ് ചെയ്യില്ല. അത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രോപ്പർട്ടിയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നോട്ട് ദ പ്രോപ്പർട്ടി ആയതുകൊണ്ട് അത് ശരിയല്ല. എന്താണ് രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ക്രോസ് ചെയ്യാൻ പാടില്ല? എന്താ ക്രോസ് ചെയ്താൽ? ആദ്യമേ ഓർക്കേണ്ട കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ നമ്മൾ പ്രത്യേകം പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. Two electric field lines never intersect. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, ഇന്റർസെക്ട് ചെയ്താൽ എന്താ കുഴപ്പം? സാധാരണ ഒരു ക്വസ്റ്റ്യൻ ആണ്, ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട്, വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, if two electric field lines intersect at a particular point, then electric field have two directions at that point. ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് രണ്ട് ഡയറക്ഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് നോട്ട് പെർമിറ്റഡ്. ഇലക്ട്രിക് ഫീൽഡിന് ഒരു പോയിന്റിൽ ഒരു ഒറ്റ ഡയറക്ഷൻ ഉണ്ടാകാം. അപ്പൊ ചോദിക്കും, ഇങ്ങനെ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വന്നാൽ എന്ത് ചെയ്യും? വന്നാൽ അവര് ഡൈവേർജ് ചെയ്ത് ഇങ്ങനെ ഒരിക്കലും ക്രോസ് ചെയ്യില്ല. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന് ഒരു പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ ഉണ്ടാകാൻ പാടില്ല. അതിന്റെ അർത്ഥം അവർ ക്രോസ് ചെയ്യാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസും ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസും ആണെങ്കിൽ ഇവരിങ്ങനെ മൂവ് ചെയ്ത് വന്നാൽ ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്രോസ് ചെയ്യും. അതൊരിക്കലും പെർമിറ്റഡ് അല്ല. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട്. അതുപോലെ തന്നെ ആരും ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല, ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളും ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല. അത് ഫസ്റ്റിലത്തെ പ്രോപ്പർട്ടി ശരിയാണ്, പക്ഷേ നമ്മുടെ നോട്ട് ദ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ആൻസർ ശരിയല്ല. ഈ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ പറഞ്ഞിരിക്കുന്നത്? The rate of change of potential with the distance on them is zero. എന്താ change in potential with the distance? Any change by distance is called gradient. ഏതൊരു ഡിസ്റ്റൻസിന് നമ്മൾ ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പറയുന്ന പേരാണ് ഗ്രേഡിയന്റ്. ഇവിടെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ വിത്ത് ഡിസ്റ്റൻസ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. ഇതുപോലെ ചേഞ്ച് ഇൻ പ്രഷർ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആണെങ്കിൽ പ്രഷർ ഗ്രേഡിയന്റ്, ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ ഡിസ്റ്റൻസ് ആണെങ്കിൽ ടെമ്പറേച്ചർ. അപ്പൊ ഏതൊരു ചേഞ്ചിനെയും ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ഗ്രേഡിയന്റ് എന്നാണ് പറയുക. അപ്പൊ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഈസ് ഈക്വൽ ടു സീറോ ശരിയാണ്. കാരണം ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനകത്ത് പൊട്ടൻഷ്യൽ റിമൈൻസ് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആയിരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? സീറോ. Therefore ഈ പ്രോപ്പർട്ടി ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രോപ്പർട്ടിയാണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ നോട്ട് ദ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇതും ഓപ്ഷൻ തെറ്റാണ്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക, മൈനസ് dV ഡിവൈഡഡ് ബൈ dx, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അത് മറന്നു പോകരുത്. നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഈസ് കാൾഡ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഈസ് കാൾഡ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ അത് ഓർത്തുകൊള്ളുക, എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ അത് റിലേറ്റ് ചെയ്ത് വന്നാൽ. ഇനി തേർഡ് പ്രോപ്പർട്ടി എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോർ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ദേ ആർ കോൺസെൻട്രിക് സ്പിയേഴ്സ്. അത് തെറ്റാണ്. നമ്മൾ ഇച്ചിരി വരച്ചിരുന്നു, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ കോൺസെൻട്രിക് സ്പിയർ അല്ല, പ്ലെയിൻ സർഫസുകളാണ് നമ്മുടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിട്ട് വരിക. കോൺസെൻട്രിക് സ്പിയേഴ്സ് വന്ന് എവിടെയാണ്? പോയിന്റ് ചാർജിന് ചുറ്റും. അവിടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അല്ല, നോൺ യൂണിഫോം ഇലക്ട്രിക്. ഇവിടെയാണ് നമ്മൾ സ്പിയറുകൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് മൂന്നാമത്തെ പ്രോപ്പർട്ടി തെറ്റാണ്. അത് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, നോട്ട് ദ പ്രോപ്പർട്ടി. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് തേർഡാണ്. ഫോർത്ത് വൺ, they can be imaginary spheres. അത് ഇമാജിനറി ആയിട്ട് വരയ്ക്കുന്ന ലൈനുകളാണ് ഇക്വിപൊട്ടൻഷ്യൽ. ഇതൊക്കെ ഇമാജിനറി ആണ്, അങ്ങനെ ഒരു സർഫസ് ഇല്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റും സെക്കൻഡും ഫോർത്തും ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രോപ്പർട്ടിയാണ്, തേർഡ് പ്രോപ്പർട്ടി അല്ല. അതുകൊണ്ട് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് തേർഡാണ്. ഓക്കെ, നമ്മളിനി നേരെ സെക്കൻഡ് ക്വസ്റ്റിനകത്തേക്ക് പോകുന്നു. സെക്കൻഡ് ക്വസ്റ്റൻ എന്താ പറയുന്നത്? 2 point charges plus 8q and minus 2q are located at x is equal to 0 and x is equal to n respectively. The point on x-axis at which the net electric field is 0 due to these two charges. നല്ലൊരു ക്വസ്റ്റൻ ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇവിടെയും ഇതിനെ ഒന്ന് ചുരുക്കിയിടുന്നു. ഇങ്ങോട്ട് കിടക്കട്ടെ.
നമുക്കിത് ശരി വിശദമായിട്ട് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യമേ എടുക്കേണ്ട കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ടു ചാർജസ് ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ് സെയിം കൈൻഡ് ബട്ട് ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ്. സെയിം കൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടും പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ചാർജ്. പക്ഷെ മാഗ്നിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ്. ഞാൻ ഈ ചാർജുകളെ തന്നെ എടുക്കുന്നത് ഇങ്ങനെ എടുക്കുന്നു. ഒരു +8q ചാർജ് ഇവിടെ ഇരിക്കും. നമ്മുടെ ക്വസ്റ്റിനകത്ത് -2 ആണ്. ഞാൻ ഇവിടെ തന്നെ +2q ആയിട്ട് എഴുതുന്നു. അപ്പോൾ +8q and +2q charges are separated by a distance of r. ഇവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് r ആണ്. അന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് ഈസ് ദ പൊസിഷൻ where the net electric field is 0? ഇവിടെ എവിടെയാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആകുക? ഓർക്കുക, ഇഫ് ടു ചാർജസ് ഓഫ് സെയിം കൈൻഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആകാനുള്ള ചാൻസ് ഈ രണ്ട് ചാർജിനും ഇടയിലാണ്, ഇൻ ബിറ്റ്വീൻ ദം. അപ്പൊ ഇഫ് ദ ചാർജസ് ഓഫ് സെയിം കൈൻഡ്, രണ്ടുപേരും പോസിറ്റീവ് ആകുകയോ രണ്ടുപേരും നെഗറ്റീവ് ആകുകയോ ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആകാനുള്ള ചാൻസ് ഇവയ്ക്ക് ഇടയിലാണ്. അതും ഓർക്കുക, ചെറിയ ചാർജിനോട് അടുത്തായിരിക്കും. അപ്പൊ ഇവിടെ +8q +2q, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആകാനുള്ള ചാൻസ് +2q അടുത്ത്, ഇൻ ബിറ്റ്വീൻ ദം. എന്തുകൊണ്ട് അവിടെ 0 ആകുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു പോസിറ്റീവ് ചാർജ്. ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എവേ ഫ്രം ദിസ് ചാർജ്. ഇവൻ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എവേ ഫ്രം ദാറ്റ് ചാർജ്. അപ്പൊ ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഈക്വലും ഓപ്പോസിറ്റുമാണ്. ഓപ്പോസിറ്റ് ആണ്, ഈക്വലും കൂടെ ആയി കഴിഞ്ഞാൽ അവിടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ത് വരും? 0. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, ഈ ഡിസ്റ്റൻസ് x ആണെങ്കിൽ റിമൈനിങ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു r - x. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദിസ് പോയിന്റ് ഡ്യൂ ടു ദിസ് ചാർജ്? 1/4πε0 into 8q divided by x². ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 1/4πε0 into 2q divided by r - x the whole square. If these two are equal, then the net electric field at that point is equal to 0. ഇവിടെ 1/4πε0 1/4πε0 ക്യാൻസൽ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കുക, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആകുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ 1/4πε0 എടുക്കണ്ട. എന്ത് പറഞ്ഞാൽ മതി? 8q divided by x² is equal to 2q divided by r - x the whole square എന്ന് എടുത്താൽ മതി. കാരണം മറ്റേ ക്യാൻസൽ ആയി. ഇവിടെ ഇതും കൂടി നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4 വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 into r - x the whole square is equal to x². That is ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റൂട്ട് എടുക്കാം. റൂട്ട് എടുക്കുമ്പോൾ 2 into r - x is equal to x. Therefore 2r - 2x is equal to x, or 3x is equal to 2r, or x is equal to 2r divided by 3. അപ്പോൾ നമ്മൾ ആൻസർ എന്ത് എഴുതണം? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2r/3 ഫ്രം 8q. ചിലപ്പോൾ ചോദിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ഇത് 2r/3 ആണെങ്കിൽ റിമൈനിങ് ഡിസ്റ്റൻസ് ഈസ് r/3. Therefore നമുക്ക് ആൻസർ എന്ന് പറയാം, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2r/3 ഫ്രം 8q or r/3 ഫ്രം 2q. ഇത് രണ്ടും നമ്മൾ ഓർക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ അല്ല. രണ്ടുപേരും പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ. നമ്മളുടെ ക്വസ്റ്റ്യനകത്ത് ഒരു ചാർജ് നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? അതിന്റെ കേസിൽ ഓർക്കുക, കൺസിഡർ a positive charge of +8q and a negative charge of -2q are separated by a distance of, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ഡിസ്റ്റൻസ് L ആണ്. കാരണം ഇതിന്റെ പൊസിഷൻ x is equal to 0, ഇവിടെ പൊസിഷൻ x is equal to L. അതിന്റെ അർത്ഥം the distance is equal to L ആണ്. ഞാൻ ഇത് തൽക്കാലം കളയുന്നു. ഒരു ചാർജ് പോസിറ്റീവും ഒരു ചാർജ് നെഗറ്റീവും ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എവിടെ 0 ആവും? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആകാനുള്ള ചാൻസ് ഔട്ട്സൈഡിലാണ്. കാരണം രണ്ടും ഒരേ കൈൻഡ് ആണെങ്കിൽ ഇടയിൽ വരും. രണ്ടും ഡിഫറെന്റ് കൈൻഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആകാനുള്ള ചാൻസ് ഔട്ട്സൈഡ്. ഔട്ട്സൈഡിൽ എവിടെ? ചെറിയ ചാർജിനോട് അടുത്ത്. ഇവിടെ ചെറിയ ചാർജ് ഇതാണ്. അതുകൊണ്ട് അവരോട് അടുത്തെന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആകാനുള്ള ചാൻസ്. സപ്പോസ് ദിസ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു x. അപ്പൊ അവിടെ നമ്മൾ എന്ത് പറയണം? ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും ഈക്വലും ഓപ്പോസിറ്റും. ഓപ്പോസിറ്റ് എങ്ങനെയാവും? പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എവേ, നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്ന ടുവേഴ്സ്. ഇത് രണ്ടും ഇനി ഈക്വൽ ആയാലും
അപ്പോൾ നമ്മൾ കണ്ടീഷൻ കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കാം 1/4πε ഞാൻ എടുക്കുന്നില്ല. 8q divided by ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്ത് വരും? 8q divided by n plus x the whole square. മനസ്സിലായോ? 8q divided by ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ is equal to 2q divided by x square. 1/4πε എഴുതേണ്ടതാണ്, എഴുതേണ്ട കാര്യമില്ല, ക്യാൻസൽ ആയി. ഇത് രണ്ടും കൂടെ നമ്മൾ ക്രോസ് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് 4 വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4x² is equal to l plus x the whole square. ഡയറക്റ്റ് ആയിട്ട് റൂട്ട് എടുക്കുക. 2x is equal to l plus x. x ഇപ്പുറം കൊണ്ട് വരുമ്പോൾ x is equal to l. നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. x is equal to l. പക്ഷേ ഇത് കണ്ടു കഴിയുമ്പോൾ ഉടനെ നമ്മൾ ചാടിക്കേറി ഇവിടെ കാണുന്ന ഈ l എന്ന് പറയുന്ന ആൻസർ എഴുതരുത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന പൊസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 0 പൊസിഷൻ, ഇത് l പൊസിഷൻ, ഇവിടം വരെ l, ഇവിടം ഇവിടം വരെ l. അപ്പോൾ ഈ പൊസിഷൻ എത്രയാണ്? x is equal to 2l ആണ്. നമ്മൾ കണ്ടുപിടിച്ചത് ഇവിടത്തെ ഈ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിച്ചത്. എക്സിന്റെ വാല്യൂ അല്ല ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് എ പൊസിഷൻ എന്ന് ചോദിക്കുമ്പോൾ ഇത് 0, ഇത് എല്ലും ഇത് എല്ലും ആണെങ്കിൽ ഈ വരുന്ന പൊസിഷൻ എത്രയായിരിക്കും? അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് x is equal to 2l. ഇത്രയും നമ്മൾ മറന്നു പോകും. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. അപ്പോൾ ഓർക്കേണ്ടുന്ന ഒരു പോയിന്റ്, അതിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടുന്ന ഒരു പോയിന്റ്, രണ്ട് ചാർജ് ഒരേ കൈൻഡ് ആണെങ്കിൽ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് 0, രണ്ട് ചാർജ് ഓപ്പോസിറ്റ് കൈൻഡ് ആണെങ്കിൽ ഔട്ട് സൈഡിൽ ചെറിയ ചാർജിനോട് അടുത്ത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ എൻട്രൻസിന് വെച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും കൂടെ, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഡൈപോൾ separated by a distance of r. What is the position where the net electric field is 0? ഇവരുടെ കേസിൽ എവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് 0 ആകുക? നമ്മുടെ തലകുഞ്ഞ് ആലോചിക്കരുത്. ഈ ഡൈപോളിന്റെ കേസിൽ രണ്ട് ചാർജ് ഈക്വലും ഓപ്പോസിറ്റും ആണെങ്കിൽ ഒരിടത്തും ഇലക്ട്രിക് ഫീൽഡ് 0 ആവില്ല. ഇവിടെയും 0 ആവില്ല, ഇവിടെയും ആവില്ല, ഇവിടെയും ആവില്ല. 0 ആകാൻ ഒരു ചാൻസ് ഉണ്ട്. അതെവിടെ? ഇൻഫിനിറ്റി. നമ്മുടെ കീമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കീമിന് ചോദിച്ച ക്വസ്റ്റ്യനകത്ത് ഓപ്ഷൻ എന്തില്ലായിരുന്നു? ഇൻഫിനിറ്റി ഇല്ല. ഇൻ ബിറ്റ്വീൻ ദം, ഔട്ട്സൈഡ്, സോ ആൻഡ് സോ. അപ്പൊ അതിനകത്ത് കൊടുത്തിരുന്നത് നോ പോയിന്റ് വേർ ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 എന്നാണ് അന്ന് കൊടുത്തിരുന്നത്. അപ്പോൾ നോ പോയിന്റ് വേർ ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് ഇതിന്റെ കേസിലാണ്. ഇൻഫിനിറ്റി ഉണ്ടെങ്കിൽ ഇൻഫിനിറ്റി 0 ആണ്. അപ്പോൾ ഒരു ഡൈപോളിന്റെ കേസിൽ നോ പോയിന്റ് നിയർ ദ ഡൈപോൾ വേർ ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്ന ഒരു പൊസിഷൻ ഇല്ല. ഇത്രയും കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മൾ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യനകത്തേക്ക് നമ്മൾ പോകുന്നു. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ.